രമേശ് ചെന്നിത്തല ഇതാ അഭിമാനകരമായ വിജയം 23,377. ആരാണ് പറഞ്ഞത് രമേശ് ചെന്നിത്തലയെ ഹരിപ്പാടങ്ങ് തളച്ചു കളയുമെന്ന്? ഇതാണ് രമേശ് ചെന്നിത്തല. 23,377 വോട്ടുകൾക്ക് തകർപ്പൻ ജയം നേടിയിരിക്കുന്നു ഹരിപ്പാട്. ലീഡും കൂടുകയാണ്. 11ാം റൗണ്ടിലേക്ക് എത്തുമ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി 40,733. അപ്പോൾ 50,000 കടക്കും പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന കാര്യത്തിൽ സംശയമില്ല. 1,00,000 ലീഡ് മലപ്പുറത്ത് പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് ഉറപ്പിക്കാം. രമേശ് ചെന്നിത്തലയുടെ വിജയം അനൗൺസ് ചെയ്തു. ജയിച്ചു കഴിഞ്ഞു. രമേശിന് ആദ്യം ജയിച്ച സീറ്റുകളിൽ ഒന്ന് തൃശ്ശൂരായിരുന്നു ആദ്യം അനൗൺസ് ചെയ്യപ്പെട്ടത്. ഇപ്പോൾ സീറ്റുകളുടെ വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോൾ കേരളത്തിലെ തലമുതിർന്ന തലയെടുപ്പുള്ള നേതാവ് രമേശ് ചെന്നിത്തലയുടെ വിജയം ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെടുകയാണ്. 23,377 വോട്ടിന്റെ വ്യക്തമായ മാർജിനിൽ CPIയിലെ TT ജിസ്മോനെ പരാജയപ്പെടുത്തിക്കൊണ്ട് വീണ്ടും നിയമസഭയിലേക്ക് എത്തുകയാണ് രമേശ് ചെന്നിത്തല. സന്ദീപ് വാചസ്പതി NDA സ്ഥാനാർത്ഥി, BJP സ്ഥാനാർത്ഥി 31,022 വോട്ടും അവിടെ നേടിയിട്ടുണ്ട് ഹരിപ്പാട്. എന്തായാലും വലിയൊരു തരംഗമുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. 102 ഇപ്പോൾ UDFന്റെ നമ്പർ. LDF 36ലേക്ക് ചുരുങ്ങുന്നു, ഒതുങ്ങുന്നു. NDA 2 എന്ന് പറയുമ്പോൾ ചിലയിടത്ത് ചാത്തന്നൂരിൽ 8 വോട്ടുകൾക്കാണ് ഇപ്പോൾ ലീഡുള്ളത്. ഫൈനൽ ടാലി എങ്ങനെയാവും? KV സുമേഷ് ഇപ്പോഴും 3,904 വോട്ടുകൾക്ക് അഴീക്കോട് ലീഡ് ചെയ്യുകയാണ്. പക്ഷേ ഇപ്പോൾ വന്ന മെസ്സേജ് അഴീക്കോട് ഇനി ലീഗ് ശക്തി കേന്ദ്രങ്ങളാണ് ഇനി ബാക്കി എണ്ണാൻ. വളപട്ടണമാണ് ഇനി എണ്ണാൻ ബാക്കി. വളപട്ടണം അതുപോലെ തന്നെ പുഴാതി 2 UDF ശക്തി കേന്ദ്രങ്ങളാണ് എണ്ണാനുള്ളത്. പക്ഷേ 3,900 തിരുവനന്തപുരത്ത്